ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പറയുന്നത് വലിയ അഴിമതി ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. ആരോപണ വിധേയമായ കമ്പനിയാണ് ഇപ്പോൾ ഇവിടെ ബ്രൂവറിയുമായി എത്തുന്നത് എന്നുള്ള വാദം പറയുന്നു. അതോടൊപ്പം തന്നെ വലിയ അഴിമതി ഇതിന് പിന്നിലുണ്ട്. എന്ത് കിട്ടി എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിലേക്ക് എത്താനായോ യഥാർത്ഥത്തിൽ? എന്തു കിട്ടി എന്ന ചോദ്യത്തിലേക്ക്? സ്മൃതി, തീർച്ചയായും പ്രതിപക്ഷം അത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് കിട്ടിയെന്ന ചോദ്യത്തിന് നമ്മുടെ മുമ്പിൽ കൃത്യമായ ഉത്തരവൊന്നും ഇല്ലാത്തടത്തോളം കാലം ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ കൃത്യമായും ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലൊരു ഇടതുപക്ഷ ഗവൺമെൻറ് ആണല്ലോ ഭരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള നമുക്കുള്ള ചില ധാരണകളൊക്കെ ഉണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സർക്കാർ ഇടതുപക്ഷ സർക്കാരാണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ മുൻപുപാധി എന്ന് പറയുന്നത് ആ സർക്കാരിന് ജനങ്ങളോട് ബാധ്യതയുണ്ടായിരിക്കുക, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക, അവരോട് സംവദിച്ച് അവർക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. ഇതാണ് ഏറ്റവും പ്രധാനമായ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു സവിശേഷതയായിട്ട് കാണേണ്ടത്. രണ്ടാമത്, ചെയ്യുന്ന കാര്യങ്ങൾ സുതാര്യമായി കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് കേരളത്തിലെ സർക്കാരിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സുതാര്യമായി ചെയ്യാൻ പറ്റാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കി. എലപ്പുള്ളി പഞ്ചായത്തിലാണ് ഇത് സ്ഥാപിക്കുന്നതെന്ന് പറയുന്നു. നമ്മൾ അങ്ങനെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എലപ്പുള്ളി പഞ്ചായത്തിൽ അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടല്ലോ. ആ പഞ്ചായത്ത് ഭരണസമിതിയോട് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് അവരുടെ അഭിപ്രായം സ്വീകരിക്കുക, ഇതുണ്ടോ? എന്തുകൊണ്ടാണ് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോട് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്നതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ്, ഇന്ന രൂപത്തിലൊക്കെയാണ് കാര്യങ്ങൾ നടക്കുക എന്ന് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു ഗവൺമെൻറ് പോവാതെ ദുരൂഹമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ദുരൂഹതയല്ലേ ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നത്? തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് പറഞ്ഞ് ഇന്ന് കേരളത്തിലെ അധികാരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനെ സാമാന്യമായി വിലയിരുത്തുന്ന ഒരാൾക്ക് പറയാൻ കഴിയുക ഇതിനകത്ത് അഴിമതി ഉണ്ടാവുമെന്ന് തന്നെയാണ്. ഇത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മുടെ ഇടതുപക്ഷ സർക്കാരിലെ വ്യവസായ വകുപ്പ് മന്ത്രി വന്ന് പറയുന്നത് ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്താണെന്നാണ്. ആയിക്കോട്ടെ, സന്തോഷമാണ്. ഈ നമ്മുടെ നാട്ടിൽ ബിസിനസ്സുകളോ വ്യവസായങ്ങളോ ഒന്നും വരരുത് എന്നല്ല അഭിപ്രായം. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണോ അതോ ഈസ് ഓഫ് ഡൂയിങ് ലൈവ്ലിഹുഡ് ആണോ ഇവരുടെ പ്രധാന പരിഗണനയായി വരേണ്ടതുള്ള പ്രശ്നമുണ്ട്. നമ്മുടെ കേരളത്തിലെ സാധാരണ മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഈ തങ്ങളുടെ ഗവൺമെൻറ് എടുക്കുന്ന ഒരു തീരുമാനം ഏതൊക്കെ രൂപത്തിൽ അത് ജനങ്ങളെ ബാധിക്കും എന്നതല്ലേ നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് പറയും അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള ഏതാനും മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ അതിൻ്റെ കമ്മീഷനും പകുതിയും ഒക്കെ കിട്ടുന്ന, സർക്കാരിന് ഒരുപക്ഷെ കുറച്ച് നികുതി വരുമാനം കിട്ടുന്ന, എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുരിതപൂർണമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ ഇടയാക്കുന്നതാണ് ഈ സംവിധാനം എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനൊരു മദ്യവിരുദ്ധ സമിതിക്കാരനൊന്നുമല്ല. എനിക്ക് ബ്രൂവറി ഇവിടെ കൊണ്ടുവരുന്നതിന് പറയുന്ന ഒരു ന്യായം, സംസ്ഥാന സർക്കാരിൻ്റെ നയം എന്നുള്ളത്, ഇത്തവണത്തെ മദ്യനയം എന്നുള്ളത് പരമാവധി മദ്യോൽപാദനം ഉയർത്തുക എന്നുള്ളതാണ്. സ്പിരിറ്റ് എഥനോൾ ഉൽപാദനത്തിൽ വന്നാൽ അനുമതി നൽകും എന്നുള്ളതാണ് മദ്യനയം. അങ്ങനെ ഒരു ആവശ്യം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു അനുമതി നൽകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ENA അതാണ് മദ്യത്തിൻ്റെ ബേസ്. അത് യഥാർത്ഥത്തിൽ സ്പിരിറ്റാണ്. 9 കോടി ലിറ്റർ ENA ആണ് കേരളത്തിന് വേണ്ടത്. അത് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നില്ല, ഇവിടെ നിർമ്മിക്കുന്നില്ല. അത് പുറത്തു നിന്നാണ് എത്തിക്കുന്നത്. പുറത്തുനിന്ന് എത്തുമ്പോൾ, പുറത്തുനിന്നുള്ള ബ്രൂവറികളിൽ നിന്നും ഇതെത്തുമ്പോൾ അതിൽ ഗ്ലിസറിൻ അടങ്ങിയതാണ്. അതായത് ഇവിടുത്തെ ജനത്തിൻ്റെ, മദ്യ ഉപഭോക്താക്കളുടെ ആരോഗ്യം കൂടി കണക്കിലെടുത്ത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ മദ്യം നൽകുക അല്ലെങ്കിൽ ബിയർ നൽകുക എന്നതാണ് ഈ ബ്രൂവറികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് സർക്കാരിൻ്റെ വാദം. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ മദ്യ ഉപഭോക്താക്കളായ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ബ്രൂവറി എന്ന വാദത്തിന് എന്താണ് നമ്മൾ മറുപടി പറയുക? അതെ, ഞാൻ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാനതാണ് പറയാൻ സുതാര്യതയുടെ പ്രശ്നം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ 99 ഈ സംസ്ഥാനത്ത് കൂടുതൽ ബ്രൂവറികൾ ആരംഭിക്കേണ്ടതില്ല, ഇവിടെ അത്തരത്തിലുള്ള ഒരു ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ തീരുമാനിക്കുന്നത്. ആ തീരുമാനം മാറ്റുന്നതിനിടയായ സാഹചര്യം എന്താണ്? അത് ജനങ്ങളോട് വിശദീകരിക്കണം. ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാണ്. പിന്നീട് 2018 പ്രളയകാലത്താണ് 4 ബ്രൂവറികൾ അനുവദിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നം വരുന്നത്.
ആ 4 ബ്രൂവറികൾ അനുവദിച്ചുകൊണ്ടുള്ള പ്രശ്നം വന്ന സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷം ശക്തമായി ഇടപെട്ടതിനെ തുടർന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ച് നിൽക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് തൽക്കാലം മരവിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മരവിപ്പിച്ചതിന് ശേഷം അങ്ങനെ മരവിപ്പിച്ചതിന് ശേഷമുള്ള 2022 ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നു. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ നികുതി വകുപ്പിന്റെ സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഈ പിണറായി ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു നികുതി സെക്രട്ടറിയോട് ഈ ബ്രൂവറികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് ജനങ്ങൾക്ക് നൽകാത്തത്? ഇന്ന് ഈ നാളിത്ര വരെയായിട്ട് ആ റിപ്പോർട്ടിനകത്ത് എന്താ പറയുന്നത്? അത് ബ്രൂവറികൾ ആരംഭിക്കണമെന്നാണോ, അല്ലെങ്കിൽ ആരംഭിച്ചാൽ ബുദ്ധിമുട്ടുണ്ടെന്നാണോ, എന്താണ് പറയുന്നത്? അതായത് ഞാൻ ഇതാണ് സുതാര്യമായിട്ട് ജനങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഈ നമ്മുടേതുപോലൊരു സമൂഹത്തിൽ മദ്യനിരോധനം നടപ്പിലാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമാണ് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ഞാൻ മദ്യം ഉപയോഗിക്കാറില്ല എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷേ മദ്യത്തിൻ്റെ ഉപയോഗം കേരളത്തിൽ ഒരു നിരോധനം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് വലിയ തോതിൽ അത് ബാധിക്കാത്ത രൂപത്തിൽ ഏതൊക്കെ തരത്തിൽ ഇതിനെ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോകാൻ പറ്റുന്നു. പക്ഷേ കേരളത്തിൻ്റെ മദ്യപാന സ്വഭാവം ഇപ്പോൾ എവിടെയാണ് ചെന്നെത്തി നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് വന്ന് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ നയം മദ്യവർജനമാണ്, മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരലാണെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർക്സിസ്റ്റുകാർ പറയുന്നതാണ് വെച്ചാൽ പറയുന്നതല്ല ചെയ്യുന്നതാണ് പരിശോധിക്കുക. അതായത് ഒരു പ്രയോഗമുണ്ട് മാർക്സിസത്തിൻ്റെ, കോൺക്രീറ്റ് അനാലിസിസ് ഓഫ് ദ കോൺക്രീറ്റ് സിറ്റുവേഷൻ. അതായത് കേരളത്തിൻ്റെ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയെടുക്കുന്ന തീരുമാനം. ഞാൻ ഇടതുപക്ഷ പ്രവർത്തകന്മാരോട് ചോദിക്കുകയാണ്, കേരളത്തിൽ ഇടതുപക്ഷ ഈ പറയുന്ന പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം മദ്യവർജനമാണ് നയം എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ട് മദ്യവർജനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മദ്യ ഉപഭോഗം കൂടുകയാണോ കുറയുകയാണോ സംഭവിച്ചത്? കൂടുകയാണ് സംഭവിച്ചതെങ്കിൽ എന്നുള്ളതാണ് മറുപടി. NV ബാലകൃഷ്ണൻ. അതെ, അങ്ങനെ കുറെ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, അതിന്റെ പ്രായോഗിക അനുഭവം എന്താണ്? കേരളത്തിൽ മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞോ കൂടിയോ? മദ്യവർജനം പ്രചരിപ്പിച്ചോണ്ടിരിക്കുന്നത് കുറയാണോ ചെയ്തത്? അതെ, കൂടുകയാണ് ചെയ്തത്. അത് ഞാൻ പറഞ്ഞതിന്റെ ഞാൻ പറഞ്ഞ അതാണ്. അതായത് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളം ഒന്നാം നമ്പർ 1 ആണ് കേരളം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. കേരളത്തിൽ മറ്റു പല സ്ഥലത്തേക്കാൾ കൂലി കൂടുതലാണ്, അതുകൊണ്ട് മറ്റു പല പ്രദേശത്തും ആളുകൾ വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ കൂലി ഘടനയെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ തൊഴിലാളിക്ക് ഒരു ദിവസത്തിൽ ജോലി ചെയ്താൽ 1000 രൂപ കൂലി കിട്ടുമെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ബീവറേജ് കോർപ്പറേഷൻ മുഖാന്തരോ മറ്റ് സംവിധാനവും മുഖാന്തരോ അവർ കൊടുത്തിട്ടുള്ള കാശിൻ്റെ വലിയൊരു പങ്ക് സർക്കാരിലേക്ക് തിരിച്ചു വാങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് വലത് കൈകൊണ്ട് കൂലി കൊടുത്തിട്ട് ഇടത് കൈകൊണ്ട് മദ്യശാലകളിലൂടെ പണം തിരിച്ചു വാങ്ങുന്ന രൂപത്തിൽ ഒരു തരം എന്താണ് പറയുക, ദുരൂഹമായിട്ടുള്ള ഒരു സർക്കിളാണ് കേരളത്തിൽ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഈ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിന് വേണ്ടി പിന്നെ ബാർ ഉടമകളിൽ നിന്ന് പണം പിരിച്ചതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അതൊക്കെ വായുലാവിയായി പോയതുപോലെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അത് വളരെ കൃത്യമായി ബാർ ഉടമകളുടെ കോൺഫറൻസിനകത്ത് വന്നാണ്. എനിക്കറിയാം, എൻ്റെ ജില്ലയിലെ നമ്മുടെ എന്താ പറയുക, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അബ്കാരി മന്ത്രി കോഴിക്കോട് ജില്ലയിൽ നിന്നായിരിക്കുമെന്ന് കരുതിയിട്ട് കേരളത്തിലെ അബ്കാരി കോൺട്രാക്ടർമാർ മുഴുവൻ കോഴിക്കോട് ജില്ലയിൽ വന്ന് റൂമെടുത്ത് വലിയ ആഡംബര അതിലൊക്കെ റൂമെടുത്ത് വന്നിട്ട് ഇവിടെ മത്സരിക്കുന്ന ആളുകളെ കണ്ട് പണം കൊടുത്ത് സന്തോഷിപ്പിച്ച് പോയതിൻ്റെ ചരിത്രമൊക്കെ എനിക്കറിയാം. ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ പോകുന്നില്ല. നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ വളരെ കൃത്യമായി പരിശോധിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് ജില്ലയിൽ വന്ന് കേരളത്തിലെ മുഴുവൻ അബ്കാരി കോൺട്രാക്ടർമാരും ഇവിടെ വന്ന് താമസിച്ചിട്ട് കാണേണ്ടവരെയൊക്കെ കണ്ട് സന്തോഷിപ്പിച്ച് അവർക്ക് ആവശ്യമായ ഒരുപക്ഷെ തലമുറകൾ ജീവിക്കാൻ ആവശ്യമായ കാശ് കൊടുത്തിട്ട് അവർ പോയി. ഞാൻ പറഞ്ഞ ഇതാണ് ഇതിൻ്റെ ഒരു ദുരൂഹത എന്ന് പറയുന്നത്. ഇത് ഒരുപടി രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, അതുപോലെ അബ്കാരി കോൺട്രാക്ടർമാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ കാശുണ്ടാക്കാനുള്ള ഒരു സംഭവമാണ്. എന്നാൽ സാധാരണ മനുഷ്യർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിലെ കള്ള് വ്യവസായത്തിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സാധാരണ മനുഷ്യന് 10 റുപ്യ വരുമാനമുണ്ട്. തേങ്ങയുടെ വില ഇല്ലാതായി പോകുന്ന കാലത്ത് പോലും സാധാരണ മനുഷ്യന് 10 റുപ്യ ഈ വ്യവസായത്തിൽ നിന്ന് കിട്ടാവുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനവും ഇല്ല. അതൊക്കെ അബ്കാരി കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോ അതുപോലെയുള്ള സംവിധാനങ്ങൾക്കകത്ത് പങ്കുവെക്കപ്പെടുകയാണ്. കോടിക്കണക്കിന് റുപ്യ പങ്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ദുരൂഹമായ
ദുരൂഹമായ സർക്കിളാണ്. അല്ലാതെ മദ്യവർജനം നടപ്പിലാക്കണമെന്നും അഭിപ്രായമൊന്നും എനിക്കില്ല. അത്തരം ദുരൂഹതയുടെ ഭാഗമാണ് ഇത് എന്ന് ഈ പറയുന്ന പാലക്കാട് ജില്ലയിലെ കുടിവെള്ളത്തിന്റെ പ്രശ്നം മാത്രം എടുത്താൽ മതി. ഇവർ പറയുന്നു മഴവെള്ള സംഭരണിയും ശേഖരിക്കും. ഈ ഒരു സീസണിൽ ഉണ്ടാവുന്ന വെള്ളം മുഴുവൻ ശേഖരിച്ചാൽ പോലും ഇതിനാവശ്യമായ കാര്യങ്ങൾ കിട്ടില്ല. മറ്റൊക്കെ CR വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളം എടുത്താണ് കൊടുക്കുക. അതായത് ആളുകളുടെ കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അരി ഉപയോഗിക്കുന്നതിന് ഒരു നിബന്ധന സർക്കാർ വെച്ചിട്ടുണ്ട്. ആ ഓർഡറിനകത്ത് പറയുന്നത് നുറുക്കരി ഉപയോഗിക്കാൻ പാടില്ല. എന്താ നുറുക്കരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു? നുറുക്കരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യൻ ഭക്ഷ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലേ, കഞ്ഞി വെക്കാൻ അതുപോലെ സാധനം ഉപയോഗിക്കുന്നില്ലേ, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം ചെയ്യും പോലെ പറയാണ്. ആ ഓർഡിനകത്ത് പറയാണ്, സ്മൃതി വായിച്ചു നോക്കിയിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്നത്, അതിനകത്ത് അവസാനമായിട്ട് പറയാണ് നുറുക്കരി ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്താ മെച്ചം? അതുകൊണ്ട് എന്താണ് മെച്ചം? അതായത് ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു ഒബ്സ്ക്യൂറായിട്ടുള്ള ഒരു സർക്കിളിനകത്ത് ഇതൊക്കെ തന്നെ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യ്, പഞ്ചായത്തിനെ വിളിച്ചു ചേർക്ക്, അവിടുത്തെ MLA-മാരെ MP-മാരെ വിളിക്കുക, ജനപ്രതിനിധികളോടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് വിളിക്കുക. ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിരിക്കുന്നു, ഈ പ്രപ്പോസൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോവാണ്, ഇന്നെന്ന മെച്ചമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതൊക്കെ കേട്ടിട്ട് പോരെ? ഇതുപോലെ ഒരു പദ്ധതി നടപ്പിലാക്കും. ഇതുപോലെ വിവാദമായേക്കാവുന്ന ഒരു പദ്ധതി വരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് എന്തുകൊണ്ടാണ് ജനങ്ങളെയും ജനപ്രതിനിധികളെയും വിശ്വാസത്തിലെടുത്ത് ഇത്തരത്തിലുള്ള പദ്ധതികളായി മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്നാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.